നമസ്കാരം. STV വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള ദേശാഭിമാനികൾ ജീവൻ കൊടുത്തുയർത്തിയ ഇന്ത്യയുടെ ഐക്യവും അഖണ്ഡതയും നിലനിർത്തുവാൻ സമർപ്പണബോധമുള്ളവരാകണമെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. നാടെങ്ങും രാജ്യത്തിന്റെ 68ാമത് റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി മധുരകം BRCയുടെ ആഭിമുഖ്യത്തിൽ PTA ഭാരവാഹികൾക്ക് ഏകദിന ശില്പശാല നടത്തി. വാർത്തകൾ വിശദമായി. മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള ദേശാഭിമാനികൾ ജീവൻ കൊടുത്തുയർത്തിയ ഇന്ത്യയുടെ ഐക്യവും അഖണ്ഡതയും നിലനിർത്തുവാൻ സമർപ്പണ ബോധമുള്ളവരാകേണ്ടതുണ്ടെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. ഈ രാജ്യത്തിന്റെ മതസാഹോദര്യവും സൗഹാർദ്ദവും സംരക്ഷിക്കാൻ, ജനങ്ങളുടെ ഐക്യം നിലനിർത്താൻ, ഈ മഹാരാജ്യത്തിന്റെ അഖണ്ഡത പരിപാലിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതിനുവേണ്ടി സമർപ്പണ ബോധത്തോട് പ്രവർത്തിക്കാനുള്ള ചുമതലയാണ് നമ്മുടെ രാജ്യം സ്വീകരിക്കേണ്ടത് എന്നാണ് ഞാൻ വിനീതമായി ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. 68ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ ജില്ലാതല റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സമാധാനത്തിന് വേണ്ടി എന്നും നിലകൊണ്ടിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ. ലോക സമാധാനം ആഗ്രഹിക്കുന്ന ജനതയ്ക്ക് കടുത്ത വെല്ലുവിളിയും ഭീഷണിയുമാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ഭീകരവാദം സൃഷ്ടിക്കുന്നതെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. എന്നാൽ സ്വാതന്ത്ര്യത്തെ അതിലംഘിക്കുവാനുള്ള പ്രവണത കാണിക്കരുത്, അതിന് അവകാശമില്ലെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഭരണഘടന അനുശാസിക്കുന്നത് സ്വീകരിച്ച് മുന്നോട്ടു പോകണമെന്നും മന്ത്രി പറഞ്ഞു. തേക്കിൻകാട് വിദ്യാർത്ഥി കോർണറിലെ പ്രത്യേക പരേഡ് ഗ്രൗണ്ടിൽ ദേശീയ പതാക ഉയർത്തിയ മന്ത്രി തുടർന്ന് നടന്ന പരേഡിന് അഭിവാദ്യം സ്വീകരിച്ചു. പരേഡിൽ മികച്ച പ്രകടനം നടത്തിയ ടീമുകൾക്കുള്ള ട്രോഫികളും മന്ത്രി വിതരണം ചെയ്തു. ജില്ലാ കളക്ടർ ഡോക്ടർ എ കൗശികൻ, തൃശൂർ റേഞ്ച് IG MR അജിത് കുമാർ, റൂറൽ SP N വിജയകുമാർ, സിറ്റി പോലീസ് കമ്മീഷണർ T നാരായണൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. സ്കൂൾ, കോളേജ്, NCC സ്റ്റുഡന്റ്, പോലീസ് കേഡറ്റ്, ബാൻഡ് ടീം, പോലീസ് ഫോറസ് എന്നിങ്ങനെയുള്ള 21 പ്ലാറ്റൂണുകളാണ് റിപ്പബ്ലിക് ദിന പരേഡിൽ അണിനിരന്നത്. നാടെങ്ങും രാജ്യത്തിന്റെ 68ാമത് റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു. കയ്പമംഗലം പഞ്ചായത്ത് ഓഫീസിൽ റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേഷ് പതാക ഉയർത്തി. ഈ ദിനത്തിന്റെ പ്രാധാന്യം നമ്മൾ കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ചൈന കഴിഞ്ഞാൽ രണ്ടാമത് രാജ്യമായി ഇന്ത്യ അതിവേഗത്തിൽ മാൻ പവറിൻ്റെ കാര്യത്തിൽ ഒന്നാമതെത്താൻ വേണ്ടി നമ്മൾ വളരെ ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യ ചൈനയെക്കാളും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായി മാറി. എല്ലാ രംഗത്തും ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ, ഇന്ത്യയുടെ മതേതര ജനാധിപത്യ മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ഇന്ത്യയുടെ മുന്നേറ്റമാണ് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ലോകരാജ്യങ്ങൾക്കിടയിൽ നേടിത്തന്നത്. അതിന് ഇന്ത്യയുടെ മതേതരത്വ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന കാര്യത്തിൽ വലിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. വൈസ് പ്രസിഡന്റ് ഖദീജ പുതിയ വീട്ടിൽ, പഞ്ചായത്ത് അംഗങ്ങളായ PA സജീർ, KS സുരേഷ്, ജിസിനി ഷാജി, മറ്റു പഞ്ചായത്ത് അംഗങ്ങളും പങ്കെടുത്തു. പെരിഞ്ഞനം പഞ്ചായത്തിൽ പ്രസിഡന്റ് KK സച്ചിത്ത് പതാക ഉയർത്തി. അത് പടുത്തുയർത്തുന്നതിൽ മഹാനായ അംബേദ്കർക്കും അതുപോലെ നെഹ്റു പോലുള്ള മഹാരഥന്മാർക്കും വലിയ പങ്കുണ്ട്. ആ ഭരണഘടനയാണ് വാസ്തവത്തിൽ ഇന്ത്യയെ നിലനിർത്തുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന അസഹിഷ്ണുതയും വർഗീയതയും ഒന്നും ചെലുത്താത്ത ഒരു ഭരണഘടനയാണ് വാസ്തവത്തിൽ ഇന്ത്യയുടെ. വൈസ് പ്രസിഡന്റ് സായിദ മുത്തുക്കോയത്തങ്ങൾ, സെക്രട്ടറി N അബ്ദുൽ ജലീൽ എന്നിവരും സംസാരിച്ചു. കോൺഗ്രസ് കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് KV അബ്ദുൽ മജീദാണ് പതാക ഉയർത്തിയത്. ഇന്ത്യ രാജ്യത്തിൻ്റെ റിപ്പബ്ലിക് ദിനം 68ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ്. ഈ റിപ്പബ്ലിക് ദിനത്തിൽ നമ്മുടെ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനും വേണ്ടി പോരാടിയ
ധീരരക്തസാക്ഷികളെ. പെരിഞ്ഞനത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് KC പ്രദോഷ് കുമാർ പതാക ഉയർത്തി. പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂളിൽ പ്രധാനാധ്യാപിക VS ദീപ പതാക ഉയർത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് KK സച്ചിത്ത് സന്ദേശം നൽകി. കൈപ്പമംഗലം കാളമുറി മഹിളാ സമാജം അംഗൻവാടിയിൽ പഞ്ചായത്ത് അംഗം സുരേഷ് കൊച്ചുവീട്ടിലാണ് പതാക ഉയർത്തിയത്. കൈപ്പമംഗലം 3-ാം വാർഡ് മദർ അംഗൻവാടിയിലും പഞ്ചായത്ത് അംഗം സുരേഷ് കൊച്ചുവീട്ടിൽ പതാക ഉയർത്തി. ാമത് വാർഷികം ആഘോഷിക്കുകയാണ്. നമുക്കറിയാം 1950 ജനുവരി മാസം 26-ാം തീയതി ഇന്ത്യ രാജ്യം ഒട്ടനേകം നാട്ടുരാജ്യങ്ങളായി ചിന്നിച്ചിതറിക്കിടന്നിരുന്ന ഭാരതം എന്ന് പറയുന്ന രാഷ്ട്രത്തെ ഒറ്റ റിപ്പബ്ലിക്കാക്കി മാറ്റിയതിൻ്റെ 68ാമത് വാർഷികമാണെന്ന് ലോകം മുഴുവൻ ആചരിക്കുന്നത്. എല്ലാ ഇന്ത്യക്കാരുള്ള എല്ലാ രാഷ്ട്രങ്ങളിലും ഇന്ന് അവരൊക്കെ അഭിമാനപൂർവ്വം രാഷ്ട്രത്തിൻ്റെ റിപ്പബ്ലിക് ദിനം ആചരിക്കുകയാണ്. ഇന്ത്യ രാജ്യം ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും നമ്മുടെ ഒപ്പം സ്വാതന്ത്ര്യം നേടുകയും നമ്മുടെ അയൽപക്കത്തുള്ള പല രാജ്യങ്ങളും ഇന്ന് സാമ്പത്തികമായും അതുപോലെ വർഗീയമായും ചേരിതിരിഞ്ഞ് അവിടെ യുദ്ധങ്ങളും കെടുതികളും ഉണ്ടാകുമ്പോഴും ഇന്ത്യ രാജ്യം എന്ന് പറയുന്ന രാജ്യം നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന നമ്മുടെ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്വാതന്ത്ര്യദിനം വന്നണഞ്ഞല്ലോ, വീരസമര സേനാനികൾ പൊരുതി നേടിയ ഭാരതമേ നിന്റെ പെരുമ വാഴ്ത്തിടാം ഞങ്ങൾ. ഗാന്ധിജിയും നെഹ്റുജിയും മറ്റു നേതാക്കൾ ധീരമായി നേടിത്തന്ന ഭാരതമല്ലോ, 3 നിറമുള്ള നല്ല പതാകയുമായി. താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ റിപ്പബ്ലിക് ദിനാഘോഷം നടന്നു. കൊടുങ്ങല്ലൂർ മിനി സിവിൽ സ്റ്റേഷനിൽ അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA പതാക ഉയർത്തി. തലവന്മാരെ തിരഞ്ഞെടുക്കപ്പെടുകയും അതുപോലെ തന്നെ ജനങ്ങൾക്ക് പൂർണ്ണ അധികാരം കിട്ടുകയും ചെയ്യുക എന്നുള്ളതാണ് റിപ്പബ്ലിക് ദിനത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നത്. അതിൻ്റെ സത്ത എന്ന് പറയുന്നത് അതാണ്. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് അവകാശപ്പെട്ടതായിട്ടുള്ള മൗലിക അവകാശങ്ങൾ ഒട്ടനവധിയുണ്ട്. പലതും ഇന്ന് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥാവിശേഷമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സമത്വവും അതുപോലെ തന്നെ നമ്മുടെ സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളും മതേതരത്വവും എല്ലാം തന്നെ ഇന്ന് നമ്മുടെ രാജ്യത്ത് ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതാണ് നമുക്ക് ഇന്ന് ഏറ്റവും വലിയ ഭീഷണിയായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും അതുതന്നെയാണ്. നമുക്കുണ്ടായിക്കൊണ്ടിരുന്ന മതസ്വാതന്ത്ര്യവും. തഹസിൽദാർ ജസ്സി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ഓഫീസ് അങ്കണത്തിൽ ചെയർമാൻ CC വിപിൻ ചന്ദ്രൻ പതാക ഉയർത്തി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൗൺസിലർമാർ തുടങ്ങിയവരും പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ കോടതിയിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ മുൻസിഫ് TB ഫസീല പതാക ഉയർത്തി. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി മതിലകം BRCയുടെ ആഭിമുഖ്യത്തിൽ PTA ഭാരവാഹികൾക്ക് ഏകദിന ശില്പശാല നടത്തി. ET ടൈസൺ മാസ്റ്റർ MLA ഉദ്ഘാടനം ചെയ്തു. ഇന്നലെ ഇല്ലാതിരുന്ന ചില കാര്യങ്ങൾ ഈ സമൂഹത്തിൽ പ്രബലപ്പെട്ടു വരികയാണ്. പ്രത്യേകിച്ച് ലഹരി എന്ന് പറയുന്ന കഞ്ചാവ് അതുകൊണ്ട് ബന്ധപ്പെട്ടതിൻ്റെ കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് ലഹരിക്കെതിരായ ഒരു ക്യാമ്പയിൻ, വിമുക്തി എന്നതിൻ്റെ പേര് രണ്ടാമത്. മൂന്നാമത്തത് ഹരിതം എന്ന പേരായിട്ടുള്ള പരിപാടി. നമ്മുടെ ചില മാധ്യമങ്ങളിൽ നമുക്ക് വരുന്ന റിപ്പോർട്ടുകൾ പോലും ആകെ ഞെട്ടിപ്പിക്കുന്നതാണ്. എന്താ പ്രശ്നം? നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ വായു എന്ന് പറയുന്ന ഓക്സിജൻ ഉൾപ്പെടെ വല്ലാതെ മലിനപ്പെട്ടു വരുന്നു എന്നുള്ള വാർത്ത നമ്മളെയൊക്കെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നതാണ്. എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്, 5ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ് അധ്യാപകൻ കാർത്തികേയൻ മാഷ് എന്ന് പറഞ്ഞ ആളായിരുന്നു, സയൻസ് എടുക്കുന്ന അധ്യാപകൻ. അപ്പോൾ ഞങ്ങളുടെ ബെഞ്ചിൽ ഇങ്ങനെ സയൻസ് എടുക്കുന്ന സമയത്ത് മാഷ് പറഞ്ഞു, ഡൽഹിയിൽ ബോംബെയിലൊക്കെ കുപ്പിവെള്ളത്തിന് പൈസ ഈടാക്കുമെന്ന് പറഞ്ഞു. വെറുതെ പച്ചവെള്ളത്തിന് കുപ്പിയിലാക്കി പൈസയ്ക്ക് വിൽക്കുമെന്ന് പറഞ്ഞു.
അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് അത് ഭയങ്കര അത്ഭുതമായിരുന്നു. കുപ്പിയിൽ പൈസയ്ക്ക് വെള്ളം വെക്കാന്ന് പറയും. ഇപ്പോഴല്ല 5ാം ക്ലാസ്സിൽ പഠിക്കാൻ സമയം കേട്ടോ. അങ്ങനെ ഒന്ന് പറയുമ്പോൾ എൻ്റെ അടുത്തിരുന്ന ഗോപി എന്ന് പറയുന്ന എൻ്റെ കൂട്ടുകാരൻ പറയും, മാഷ് നുണ പറയുകേണ്ടെന്ന് പറയും. വെള്ളം ഇവിടെ കിണറ്റിലും കുളത്തിലും നാട്ടിലും മുഴുവൻ സർവത്ര വെള്ളം കൊണ്ട് നിൽക്കുന്ന സമയത്ത് കുപ്പിയിൽ വെള്ളം വെക്കണതേ എന്നൊന്ന് ആലോചിച്ച് നോക്കുക. എത്രയോ മുമ്പാണത് പറഞ്ഞത്. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ.ജി. സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. എസ്.എൻ. പുരം പഞ്ചായത്ത് പ്രസിഡന്റ് ഇ.കെ. മല്ലിക, കൊടുങ്ങല്ലൂർ എ.ഇ.ഒ. വി.പി. ശാംഭവി, അനിൽ കിള്ളിയുളങ്ങര, കെ.വൈ. അസീസ്, ഗ്രാസിയ പോൾ എന്നിവരും സംസാരിച്ചു. മതിലകം ബി.പി.ഒ. ടി.എസ്. സജീവൻ ക്ലാസ് നയിച്ചു. ഇടവേള.